ഇന്നത്തെ ആപ്പിൾ പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഈ ആപ്പിൾ പോളയ്ക്ക് നമുക്ക് പച്ച ആപ്പിൾ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ എടുക്കുന്ന ആപ്പിൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് സുഖമായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ മുകൾ ഭാഗവും പിന്നെ താഴ്ഭാഗം പിന്നെ നടുവിലെ ആ കുരു വരുന്ന ആ ഒരു ഭാഗം അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനീ പോള ചെയ്യുന്നത് 4 മുട്ട വെച്ചിട്ടാണ്. ഈ മുട്ടയും നമുക്ക് മിക്സിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പാൽ വെച്ചിട്ടാണ് ഈ പോള ചെയ്യുന്നത്. ഈ പോളക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം. ഞാൻ ഇതിനു മുന്നേ കുറച്ച് പോള ചെയ്തതിൽ പാൽപ്പൊടിയാണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാൽ ചേർക്കാൻ പറ്റുമോയെന്ന്. പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ പാൽപ്പൊടി ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 5 മുതൽ 6 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിപ്പോൾ ഇതിൽ പാല് ചേർത്തുകൊണ്ടാണ് മൈദൻ്റെ അളവ് കുറച്ച് കൂട്ടുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള മുട്ടൻ്റെ വലിപ്പം അനുസരിച്ചിട്ടും മൈദൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ പോളയിലും ലാസ്റ്റ് ആ കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തരുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്താലും മതി. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പോളൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇത് അധികം തിക്കും അല്ല അധികം ലൂസും അല്ല. പിന്നെ ഈ ഒരു പോള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആണെങ്കിൽ നമ്മുടെ പോള നന്നായിട്ട് ഹാർഡായിട്ട് പോകും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് പോള റെഡിയാക്കാം. സോസ് പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ പോളൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പോളൻ്റെ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിട്ടുള്ളത്. ഇത് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ താഴെ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു സോസ് പാൻ എടുത്ത് വെച്ചാൽ മതി. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോള നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് പുറത്തെടുക്കണം. ഇത് സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയാണ്. അതുകൊണ്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് പുറത്തെടുക്കാം. ഇതിപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് പുറത്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നുമില്ല. കറക്റ്റ് ബ്രൗൺ കളർ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനി നിങ്ങളുടെ മനോധർമ്മത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കാഷ്നട്ട്, റോസ്റ്റഡ് കാഷ്നട്ട് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആണ് നമ്മുടെ പോള. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്